ഞങ്ങളെല്ലാവരും ശ്രീ വി ടി ബൽറാമിനെ പാർട്ടി നേതൃത്വം മന്ത്രിസഭയിൽ എടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ തൃത്താലയിലെയും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും നിരാശാജനകമായൊരു തീരുമാനമായി വന്നത്. നമ്മൾ മുഖ്യമന്ത്രിനെ പറ്റുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ നല്ല പറഞ്ഞ വാക്കും ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ശബ്ദമായൊരു വ്യക്തിയാണ് വി സതീശൻ. എല്ലാവർക്കും അറിയാം, നിലപാടുള്ള മുഖ്യമന്ത്രി. അപ്പോൾ ഇതൊരു പേടിയില്ല, ജനങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പറഞ്ഞ വാക്കുകളും പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ ഏറ്റവും പ്രതീക്ഷയോട് കൂടിയിരുന്ന ഒരു പുതുയുഗ യാത്രയുടെ വി ഡി സതീശൻ്റെ കൂടെയുള്ള യാത്രയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തിൽ സഭയോ ദിവസങ്ങൾക്ക് ഇറങ്ങിയ വാർത്താമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമസ്കാരം. വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് UDF തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തയ്യാറായത്. ജനങ്ങൾക്ക് മുൻപിലേക്ക് അത് വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പാലിക്കാൻ നിലവിലുള്ള അധികാരത്തിലേറാൻ പോകുന്ന സർക്കാരിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സാഹചര്യമാണ് എന്നതുൾപ്പെടെയുള്ള വിദഗ്ധരുടെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വെറും ജലരേഖയാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവർ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകർ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടപ്പിലാക്കും. ഖജനാവിൽ പൈസ ഒന്നും പ്രശ്നമൊന്നാവില്ല, റെഡി വരും. തൃത്താലയിൽ നിന്നാണ്. വളരെയധികം സന്തോഷം. 10 വർഷത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരികയാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ. വളരെയധികം സന്തോഷം തോന്നിയ നിമിഷത്തിൽ. അതോടൊപ്പം തൃത്താലയിൽ നിന്ന് കടന്നു വരുമ്പോൾ ശക്തമായൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നൊരു മണ്ഡലമായിരുന്നു തൃത്താല. തൃത്താലയിൽ നിന്ന് ശ്രീ വി ടി ബൽറാം ആ പൊളിറ്റിക്കൽ ഫൈറ്റിനൊടുവിൽ നിലവിലെ മിനിസ്റ്ററായിട്ടുള്ള MP രാജേഷിനെ പോലൊരു പരാജയപ്പെടുത്തി വളരെയധികം മികവാർന്നൊരു വിജയമാണ് നേടിയത്. ഞങ്ങളെല്ലാവരും ശ്രീ വി ടി ബൽറാമിനെ പാർട്ടി നേതൃത്വം മന്ത്രിസഭയിൽ എടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ തൃത്താലയിലെയും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും നിരാശാജനകമായൊരു തീരുമാനമായി വന്നത്. പാർട്ടി അത് പുനഃപരിശോധിക്കും. വി ടി ബൽറാമിനെ പോലുള്ള ഒരു നല്ല വ്യക്തിത്വം, വിദ്യാസമ്പന്നനായ കേരളത്തിലെ യുവജനങ്ങൾ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന നല്ല പ്രവർത്തന മികവുള്ള അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പാർട്ടി കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള നടപടികൾ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പ്രഖ്യാപനങ്ങളൊക്കെ നല്ല പ്രതീക്ഷയാണ്, എല്ലാം നല്ല പ്രതീക്ഷയാണ്. അത്യാവശ്യം നല്ല കഴിവുള്ള, ഒന്നാമത് നമ്മൾ മുഖ്യമന്ത്രിനെ പറ്റുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യം നല്ല പറഞ്ഞ വാക്കും ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ശബ്ദമായൊരു വ്യക്തിയാണ് വി സതീശൻ. എല്ലാവർക്കും അറിയാം, നിലപാടുള്ള മുഖ്യമന്ത്രി. അപ്പോൾ ഇതൊരു പേടിയില്ല, ജനങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പറഞ്ഞ വാക്കുകളും പ്രഖ്യാപിക്കും. പേടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും കോൺഗ്രസ് ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി ഒക്കെ ഞങ്ങൾ നടപ്പിലാക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ ജനവിധി അത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഒപ്പമാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ ഗ്യാരണ്ടികളൊക്കെ നടപ്പിലാക്കും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പറഞ്ഞ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുമെന്ന് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. കേരള ജനത ഇന്ന് സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇതിനൊക്കെ ഈ പണം പിന്നെ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഒരു മികച്ച ഒരു നല്ല രീതിയിലുള്ള ഒരു ഭരണം ഞങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. നിങ്ങൾക്കൊക്കെ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ, കർണാടക പോലുള്ള തെലങ്കാനയിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ വാഗ്ദാനം ഞങ്ങൾ നടപ്പിലാക്കും 100%. 5 വർഷത്തിന് ശേഷം വീണ്ടും രണ്ടാമത് അധികാരത്തിലേറാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊരു തുടർ ഭരണത്തിലേക്കാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം. 10 വർഷത്തേക്കുള്ള പ്രവർത്തനം അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ UDF സർക്കാർ വീണ്ടും തുടരും, യാതൊരു സംശയവുമില്ല. നിസ്സംശയം പറയാം. എൻ്റെ പേര് ഫവാസ്. എന്തായാലും ഏറെ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാവരും തന്നെ. ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി പ്രവർത്തകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, സത്യപ്രതിജ്ഞ ചടങ്ങിന് വന്നതാണ്. എങ്ങനെയാണ്? ഏറെ ആവേശത്തിലാണോ? ആവേശത്തിലാണ്, നല്ല പ്രതീക്ഷയാണ്. പ്രഖ്യാപനമൊക്കെ നടപ്പിലാവും. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നടപ്പിലാവും. ഉറപ്പാണ്. ഓക്കെ, ഇതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം. ഞങ്ങൾ പാലക്കാട് ജില്ല എടത്തനാട്ടുകര സംശുദ്ധീന മണ്ഡലം. ഓക്കെ,
പുതിയ സർക്കാർ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കുമെന്നുള്ള നടപ്പിലാക്കും. UDF സർക്കാർ വമ്പം വിജയം നടപ്പിലാക്കും. ഉറപ്പാണ്. ഓക്കെ, ഇതാണ് പ്രവർത്തകരുടെ, നിരവധി പ്രവർത്തകരാണ് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ എവിടെയാണ് വരുന്നത്? പീരുമേട്. ഓക്കെ, പീരുമേട് നിന്നാണ് വരുന്നത്. പലരും നല്ല തിരക്കിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ചേട്ടാ എവിടെയാണ് വരുന്നത്? മലപ്പുറത്ത് നിന്ന്. മലപ്പുറം കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്നാണ്. വലിയ ആവേശത്തിലാണ്. വളരെ ആവേശത്തിലല്ലേ. ഇതിലും വലിയ ആവേശം ഇനി കോൺഗ്രസ്സുകാരെ UDF സംബന്ധിച്ച് ഇല്ലല്ലോ. സംസ്ഥാനത്തെ ഏറ്റവും പ്രതീക്ഷയോട് കൂടിയിരുന്ന ഒരു പുതുയുഗ യാത്രയുടെ VD സതീശൻ്റെ കൂടെയുള്ള യാത്രയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തിൽ ദിവസങ്ങൾക്ക് ഇറങ്ങിയ വാർത്താമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട്. എന്തായിരുന്നാലും ആ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ VDSനും കൂടെയുള്ള ടീം UDFൻ്റെ മന്ത്രിമാർക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്ക്. 10 വർഷത്തിന് ശേഷമാണ് അധികാരം പിടിക്കുന്നത്. 10 വർഷത്തിന് ശേഷമാണ് അധികാരം പിടിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച ആളുകളാണ് വോട്ടർമാർ. അതുകൊണ്ടാണ് വോട്ടർമാർ അവർ കിട്ടിയ അവസരം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത VDS മാത്രം പ്രവചിച്ച ആ എണ്ണ 102 എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷക്കൊത്ത് ഈ സർക്കാർ നിൽക്കും. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷക്കപ്പുറത്തേക്കായിരിക്കും ഈ ഭരണം കാഴ്ചവെക്കാൻ പോകുന്നത്. KT സിദ്ദീഖ്, കർഷക കോൺഗ്രസിലെ സംസ്ഥാന സെക്രട്ടറി. ശരി. ഓക്കെ, മലപ്പുറം കോട്ടക്കിൽ നിന്നുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ടീം തന്നെയുണ്ട്. ഇതുപോലെ പലരും ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ വന്നിരിക്കുന്നത്. നിരവധി ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ ആൾക്കാർ ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എല്ലാം തന്നെ നടപ്പിലാക്കാൻ കെൽപ്പുണ്ട് VD സതീശന്. അത്തരത്തിലൊരു നേതാവാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പറയപ്പെടുന്നത് എന്നാണ് പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.